ചരിത്രത്തിൽ മണ്ണടിയുടെ സ്ഥാനം നമുക്ക് നിഷേധിക്കാൻ സാധിക്കാത്തതാണ്. വേലുത്തമ്പി ദളവയുടെ സ്മരണാർത്ഥം ഇന്നും ചരിത്രത്തിന്റെ ഭാഗമായി തല ഉയർത്തി നിൽക്കുന്ന മണ്ണടി. ആ മണ്ണടിയിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപായിട്ട് വളരെ ധൃതിപ്പെട്ട് ഒരു ചടങ്ങ് നടന്നു. വേലുത്തമ്പി ദളവ സാംസ്കാരിക പഠന ഗവേഷണ കേന്ദ്രം എന്ന് പേര് കൊടുത്തുകൊണ്ട് 2019 ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ഒരു കെട്ടിടം. ആ കെട്ടിടത്തിന്റെ ഉദ്ഘാടന ദിവസം നാട മുറിക്കുന്നത് കഥ കടച്ചിട്ടുണ്ടായിരുന്നു. നാട മുറിച്ചു, കഥക് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരിടത്തേക്ക് മാറി സംസാരിച്ചു മന്ത്രി തിരികെ പോയി. പക്ഷേ ആ കഥക് തുറന്നു കണ്ടപ്പോഴാണ് അവിടെ കെട്ടിടം പണിയുടെ തട്ടടിച്ചു വെച്ചിരുന്ന തട്ടുകളെല്ലാം താഴെ കിടക്കുന്ന കാഴ്ചയായിരുന്നു. അപ്പോൾ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനോട് അനുബന്ധിച്ചുകൊണ്ട് ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യുന്നു, ഇതൊരു പഠന ഗവേഷണ കേന്ദ്രമാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അന്ന് ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ ആ 1100 സ്ക്വയർ ഫീറ്റുള്ള കെട്ടിടം ഇന്നും അതേപടി ഒരു പുസ്തകം പോലും ഇല്ലാത്ത പഠന ഗവേഷണ കേന്ദ്രമായിട്ട് അവശേഷിക്കുന്നു. ഇതിനു മുൻപ് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഉദ്ഘാടകനായി അദ്ദേഹത്തെ തീരുമാനിച്ചുകൊണ്ട് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വേലുത്തമ്പി ദളവയുടെ പ്രതിമ അനാച്ഛാദനം ചെയ്യുന്ന ചടങ്ങ് നടത്താൻ തീരുമാനിച്ചു. എന്നാണോ തീരുമാനിച്ചത് ആ ദിവസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനമുണ്ടായി. അതിനെ തുടർന്ന് ആ ചടങ്ങ് മാറ്റിവെക്കേണ്ടി വന്നു. എന്നാൽ ഈ 15 വർഷക്കാലം കഴിഞ്ഞിട്ടും ആ ചടങ്ങ് മാറ്റിവെച്ചിട്ടും ഇന്ന് വരെ പ്രതിമ അനാച്ഛാദനം ചെയ്യുവാനോ ആ പ്രതിമയിൽ ആലേഖനം ചെയ്യപ്പെടേണ്ട ഒന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹത്തിന്റെ ചരിത്രത്തെക്കുറിച്ചോ ആ സംഭവത്തെക്കുറിച്ചോ ഒന്നും തന്നെ എഴുതാത്ത വെറും ഒരു പ്രതിമ അവിടെ അവശേഷിക്കുന്നു. ആ പ്രതിമ അനാച്ഛാദനം ചെയ്തില്ലെങ്കിലും ശ്രീ ചിറ്റയം ഗോപകുമാർ കേരളത്തിന്റെ ചരിത്രബോധമുള്ള എല്ലാവർക്കും അത് വേലുത്തമ്പി ദളവയാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങൾ ചരിത്രത്തോട് കാട്ടിയ നീതി നിഷേധം ഇന്നും ആരും ഉറക്കെ പറയാൻ തയ്യാറാണ്.